നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മരുതമലയിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂർ സീരീസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. നമ്മൾ ഇന്ന് നേരെ പോകുന്നത് മരുതമലയാണ്. മരുതമല കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ച് പോകുന്നത് നമ്മൾ ഒപ്പനക്കാര സ്ട്രീറ്റ്, ഉക്കടം അങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ GD കാർ മ്യൂസിയത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊരു ഒറ്റ വീഡിയോ ആണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതുകൂടി ഒന്ന് കാണുക. നമുക്കിവിടെ നിന്ന് നേരെ മരുതമല, ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളൂ. ഈ ഒരു ഹിൽസ് ഒന്ന് കയറി കഴിഞ്ഞാൽ മരുതമലയായി. മരുതമലയിൽ നിന്ന് നമുക്ക് നേരെ ഉക്കടം, അതുപോലെ തന്നെ ഒപ്പനക്കാര സ്ട്രീറ്റിലെല്ലാം പോകാം. മഴ പെയ്യുന്നുണ്ട്, എന്ത് ഇതാണെന്ന് അറിയില്ല. പിന്നെ ഈ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഈ കൂടെ ഇങ്ങനെ നടന്നു പോട്ടെ. മരുതമല അമ്പലത്തിൻ്റെ അവിടെ എത്തി. ഇവിടെ വലിയ ബസ്സുകളൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ താഴെ പാർക്ക് ചെയ്തിട്ട് നേരെ പോട്ടെ. അവിടെ ബസ് പോയിട്ട് ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം മഴയുടെ ഒരു ചെറിയൊരു ഇതുണ്ട്. എന്താണ്, ഒരു ചെറിയൊരു ഫോഗും അതുപോലെ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക സ്പ്രേ പോലെ മഴയുണ്ട്. അത് കാരണം വിഷ്വൽസൊക്കെ ഭയങ്കര മഹാമോശമാണ്. അപ്പോൾ ഇതാണ്ട നമ്മൾ മരുതമല മുകളിൽ നിന്ന് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റൊക്കെയാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ സിറ്റി മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അമ്പലം മരുതമല. കാറിലും ബൈക്കിലും വരുന്നവർക്ക് നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താം. ഈ ലൈന് അമ്പലത്തിലേക്ക് പോകാനുള്ളതല്ല കേട്ടോ. ഇത് തിരിച്ച് താഴേക്ക് ഒരു ഇതിൻ്റെ തമിഴ്നാട് ബസ് സർവീസ് ഉണ്ട്. അത് ഒരെണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ അതിൽ താഴോട്ട് പോകാനുള്ള ക്യൂ ആണിത് കേട്ടോ. ഇതിലൊക്കെ ബസ്സിലൊക്കെ വന്നവർ ഇങ്ങനെ താഴത്തുനിന്ന് ഒരു ഈ മലയ്ക്ക് കയറാനുള്ളൊരു ബസ് അവിടെ നിന്ന് ഉണ്ട്. അതിലേക്കുള്ള ക്യൂ ആണ് ഇപ്പോൾ ഈ കാണുന്നത്. ബസ്സിന് വെയിറ്റ് ചെയ്യാതെ നടന്നു പോകുന്നവരുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പം ഇനി നമ്മൾക്ക് നേരെ ഇവിടുന്ന് മരുതമലയിൽ നിന്ന് നേരെ ഇതാണ്ട് ഈ ബസ്സാണ്, ഈ ഒരു ബസ്സാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും പോകും, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരും. തമിഴ്നാട് അരസിൻ്റെ ഒരു ബസ്. അതായത് താഴത്തുനിന്ന് നമ്മൾ വലിയ ബസ്സിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ബസ്സിൽ തിരിച്ച് വരണം. നമ്മൾ നേരത്തെ കണ്ടത് ക്യൂ അതിനുള്ള ക്യൂ ആണ്. അല്ലാത്തവർ ഇതേപോലെ സ്റ്റെപ്പ് കയറി വരണം. ഇല്ലേ, സ്വാമിമാരുടെ തിരക്ക് ഒരുപാടുണ്ട്. ശബരിമല സ്വാമിമാരുടെ തിരക്ക് ഒരുപാടുണ്ട് മരുതമലയ്ക്ക്. അപ്പോൾ ഈ തമിഴ്നാടിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നവർ മുഴുവൻ ഇവിടെയും, അതേപോലെ ഇഷാ യോഗ സെൻറ്ററിലും, ചിലവർ കുട്രാലം വരെ പോയിട്ട് പോണവരുണ്ട്. അവിടെയും കണ്ടുവിട്ടാ സ്വാമി കുട്രാലത്തും സ്വാമിമാരനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വാമിമാരുടെ ഈ വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് വരണം. അതുപോലെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് ഇതാണ് ബസ് സ്റ്റാൻഡ്. അതുപോലെ തന്നെ കോയമ്പത്തൂർ ബൈ ബസ്സിന് വരുന്നവർക്ക് ഈ പറഞ്ഞ നമ്മൾ പോയ സ്ഥലങ്ങളിലെല്ലാം അവിടേക്കും ബസ്സുണ്ട്. അതും വലിയ ചാർജൊന്നും ഇല്ലാതെ 7 രൂപ 8 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ മരുതമലയോട് ചേർന്ന് കിടക്കുന്നതാണ് കേട്ടോ നമ്മുടെ കോയമ്പത്തൂരിലുള്ള ഭാരതിയാർ യൂണിവേഴ്സിറ്റി. വലിയ കോമ്പൗണ്ടാണ്, ഒരുപാട് ഏക്കർ കണക്കിന് കിടക്കുന്നതാണ് ഈ ഒരു ഭാരതിയാർ യൂണിവേഴ്സിറ്റി. ഭാരതിയാർ യൂണിവേഴ്സിറ്റിൻ്റെ കോമ്പൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിൻ്റെ മെയിൻ ഗേറ്റിനോട് അടുക്കാറായി. വലിയൊരു കവാടമാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിൻ്റെ. ഇതാണ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ വലിയ കവാടം. വലിയൊരു ക്യാമ്പസാണ്, ഏക്കർ കണക്കിന് കിടക്കുന്നതാണ് ഈ ഒരു ക്യാമ്പസ്. ഭാരതിയാർ യൂണിവേഴ്സിറ്റി കേട്ടോ, കോയമ്പത്തൂരാണ്. മരുതമലയോട് ചേർന്ന് കിടക്കുന്നതാണ് ഇത്. ഉണ്ടല്ലേ ബോർഡ്. അങ്ങനെ നമ്മളവിടെ മരുതമലയിൽ നിന്ന് നേരെ ഒപ്പനക്കാര സ്ട്രീറ്റ് എത്തി. അതുപോലെ തന്നെ മരുതമല അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മരുതമല ഭാരതിയാർ യൂണിവേഴ്സിറ്റിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു മലയാളത്തിലൊക്കെ വലിയ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി കഴിച്ചു. എൻ്റെ പൊന്നോ, ആരെങ്കിലും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, മഹാമോശമായിരുന്നു. 200 രൂപ ഒരു ബിരിയാണിക്ക്, ക്വാണ്ടിറ്റി ഇല്ല. ആ ഒരു പീസ്, ചെറിയൊരു പീസും കുറച്ച് റൈസും, ക്വാണ്ടിറ്റിയും ഇല്ല റൈസ്. ചൂട് പറയുന്ന സാധനം ഉണ്ടായിരുന്നില്ല ബിരിയാണിക്ക്. മലയാളത്തിൽ മലയാളികളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങാണ്ട് മലയാളത്തിൽ വെണ്ടക്ക അക്ഷരത്തിൽ ഒരു മലയാളി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ഇത്രയും മോശമായിട്ട് ഇങ്ങനെ സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഇത്ര 200 രൂപയൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഫുഡൊക്കെ എങ്കിലും കൊടുക്കണ്ടേ. ഇവരൊക്കെ ഇങ്ങനെ നന്നാവുന്നതാണ് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ മലയാളിൻ്റെ തന്നെ ആണെന്നുള്ള അറിയില്ല. പക്ഷേ മലയാളികളൊന്നും അവിടെ കണ്ടില്ല ഞാൻ. കുറേ ഹിന്ദിക്കാരന്മാരും ഒരു തമിഴ് സ്ത്രീയാണ് ഉണ്ടായിരുന്നത്. அப்படியே சாமா இது அங்க நிறுத்தி நடக்காதீங்க. பார்க்கிங் போங்க, பார்க்கிங் நடந்து நேரம் போயிட்டு வருங்க. സാധാരണ ഒപ്പനക്കാര സ്ട്രീറ്റിൽ ഇതൊന്നും അല്ലാത്ത തിരക്ക്, ഇതിനെക്കാട്ടും തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കമ്മിയാണ്. കാലത്തൊക്കെ ഈ വഴി ഒരു 9 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പൊടി പോലും താഴെ വീഴില്ല. അത്രയും ബൈക്കുകളും കാറുകളും ബസ്സുകളൊക്കെ ആയിരിക്കും. അമ്മാതിരി തിരക്കാണ് ഒപ്പനക്കാര സ്ട്രീറ്റ്. കാരണം ഒപ്പനക്കാര സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തുണിക്കടകൾ, അങ്ങനെയുള്ള ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ട്രീറ്റ് കൂടിയാണ് ഒപ്പനക്കാര സ്ട്രീറ്റ്. തുണിക്കടകളാണ് കൂടുതൽ. ഗണപതി സിൽക്സ്, ചെന്നൈ സിൽക്സ്, അതേപോലെ പോത്തീസ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കുറേ വേറെ മെറ്റീരിയൽസ് വിൽക്കുന്ന കടകൾ. പിന്നെ ഒപ്പനക്കാര സ്ട്രീറ്റിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ രാജാ സ്ട്രീറ്റ് ഉണ്ട്. ഒക്കെ ഈ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഓരോ സ്ട്രീറ്റുകളാണ്. അത് കാരണം പൊതുവേ വലിയൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഈ ഒപ്പനക്കാര സ്ട്രീറ്റിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഇന്ന് പൊതുവെ തിരക്ക് കമ്മിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റ് ഇലക്ട്രോണിക്സ്, അതുപോലെ രാജാ സ്ട്രീറ്റിലാണെങ്കിൽ ഏകദേശം സാധനങ്ങൾ മുഴുവൻ കിട്ടും. ഒപ്പനക്കാര സ്ട്രീറ്റിൽ തുണിക്കടകൾ, വലിയ വലിയ തുണിക്കടകളൊക്കെ ഉണ്ട്. പോത്തീസ്, ഗണപതി, ചെന്നൈ സിൽക്സ്, അങ്ങനെയുള്ള തുണിക്കടകളൊക്കെയാണ് ഒപ്പനക്കാര സ്ട്രീറ്റിലുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ 5 കോർണറിലൊക്കെ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങൾ, ഈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ 5 കോർണറിൽ. പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ മരക്കട, ആ ഭാഗത്തൊക്കെ ഹാർഡ്വെയർ ഐറ്റംസ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. ഏകദേശം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ ഇവിടെയാണ് കിട്ടുന്നത്. പിന്നെ അടുത്തത് പറഞ്ഞാൽ ക്രോസ് കട്ട് റോഡൊക്കെയാണ്. പക്ഷെ അതിനെക്കാട്ടിയും കൂടുതൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ഒരു ഒപ്പനക്കാര സ്ട്രീറ്റ്. ടൗൺ ഹാള്, മരക്കട, അങ്ങനെയുള്ള ഇതൊക്കെ രാജാ സ്ട്രീറ്റ്. അപ്പോൾ ഇതാണ് ഒപ്പനക്കാര സ്ട്രീറ്റിൻ്റെ വിശേഷങ്ങൾ. നമുക്ക് ഇവിടുന്ന് നേരെ ഉക്കടം പെരുകുളത്തിലേക്ക് പോവാം. കോയമ്പത്തൂർ പഴയ കോയമ്പത്തൂരല്ല, അടിപൊളി രസമുള്ള കോയമ്പത്തൂരാണ്. ഇപ്പോൾ ഈ പെരുകുളമൊക്കെ അടിച്ചു പൊളിച്ച് വൃത്തിയാക്കി നല്ല രീതിയിലാക്കി ഇവിടെ പാർക്ക് രൂപത്തിലാക്കി. കണ്ട ഐ ലവ് കോവൈ. അതുപോലെ ഇങ്ങനെ കുറേ പാർക്ക് പോലെ സംഭവങ്ങളൊക്കെ കെട്ടി അടിപൊളി വൈബാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ?
ഇന്ന് മഴയൊക്കെ പെയ്ത് ആകെ കുറച്ച് കുളമായാലും കുഴപ്പമില്ല, കാണാൻ അടിപൊളി വൈബാണ്. മഴ പെയ്താൽ എന്താണ് നമുക്ക് കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. മഴയും കൂടി ഇല്ലെങ്കിൽ അടിപൊളിയായി തന്നെ. ഉണ്ടല്ല വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെയും കുടുംബത്തോടു കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നഗരമധ്യത്തിൽ തന്നെയാണ്. നമ്മുടെ പാലക്കാട് നിന്ന് വരുമ്പോൾ, കേരളത്തിൽ നിന്ന് വരുമ്പോൾ ഫസ്റ്റിലത്തെ ബസ് സ്റ്റാൻഡ് ഉക്കടം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്നുള്ളതാണ് കേട്ടോ. റൈറ്റ് സൈഡിൽ കാണുന്ന ആ പെരിയ കുളമില്ലേ, ആ പെരിയ കുളത്തിൻ്റെ തീരങ്ങളിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അടിപൊളി വൈബാക്കി ആക്കി വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. മഴ പെയ്തിട്ടും കൂടി ആൾക്കാർ കുറവൊന്നുമില്ല കേട്ടോ. മഴ പെയ്യുന്നുണ്ട്, ലെൻസിലേക്ക് വെള്ളമൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ വീഡിയോ ചിലപ്പോൾ ക്വാളിറ്റി ഇത്തിരി കമ്മിയായിട്ടുണ്ടാവും, ക്ഷമിക്കുക. പ്ലെയിന്, ബോട്ട് സർവീസ്, അങ്ങനെ പല ആക്ടിവിറ്റീസുകൾ ഇനി വരാൻ പോകുന്നുള്ളൂ. ഇനി വരാനിരിക്കുന്ന കോവേ ആയിരിക്കും മോനെ. ഇതാ എൻറ്റാർട്ടിക്ക സീ വേൾഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ മറ്റേ സൈക്ലിങ്, അതുപോലെ തന്നെ കണ്ടില്ല സൈക്ലിങ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ളത് കണ്ടില്ല, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻറ്റാർട്ടിക്ക സീ വേൾഡിൻ്റെ എൻട്രൻസ് ആണ് ഇവിടെ. അവിടെ എടുത്താ എൻറ്റാർട്ടിക്ക സീ വേൾഡിൻ്റെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. ബോട്ടിങ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. എൻറ്റാർട്ടിക് സീ വേൾഡിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. പെരിയകുളം. ഈ പെരിയകുളത്താണ് ഇതങ്ങനെയുള്ള ചെറിയ ചെറിയ ബോട്ടിങ്ങുകൾ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇനി വരാനിരിക്കണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി വൈബാണ്. ഇന്നിപ്പോൾ ഈ മഴയായത് കൊണ്ടാണ് ഈ ക്രൗഡ് ഇത്തിരി കമ്മി കേട്ടോ. എല്ലാവരും അതിലും ക്രൗഡ് കൂടുതലുണ്ടാവും. അതുപോലെ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഭാഗത്ത് തന്നെ ഉണ്ട്. സ്നാക്സ്, ഓൾമഷ്, സ്പ്രിങ്, 3 ഇഞ്ച് നെയിൽസ്, ബോൾട്ട് നട്ട്, പഴയ ബോൾട്ട് നട്ടുകൾ, സ്റ്റഡുകൾ, സൈക്കിൾ ചെയിന് എല്ലാം കൂടി പോകുന്നതാണ്. ഓരോ ഇതിൻ്റെ ഒരു സീസൺ ഉണ്ട്. ആ സീസണിൽ ഇങ്ങനെയുള്ള പക്ഷികൾ ഇവിടെ ധാരാളം, ഈ പെരുകുളത്ത് ധാരാളം കാണപ്പെടുന്നുണ്ട്. വർഷത്തിൽ പ്രത്യേകതരം സീസണിൽ സന്ദർശിക്കുന്ന ഈ ഒരു പക്ഷിക്ക് ഒരു പേരുണ്ട്. എനിക്കത് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വർഷത്തിലെ 10-12 ദിവസം ഇത് ഈ തടാകത്തിൽ സന്ദർശിക്കുന്ന ഒരു കുറ്റി പോലുള്ളൊരു വലിയൊരു സാധനം കേട്ടോ. നല്ല വലുപ്പമുള്ളൊരു കുറ്റി പോലുള്ള ഒരു പക്ഷിയാണ് ഇത്. ഈ പക്ഷിയുടെ പേര് അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പെരിയകുളം ഇങ്ങനെ ഈ രീതിയിലാവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഒരു കച്ചറയായിട്ട് കിടന്ന ഒരു ഏരിയ ആയിരുന്നു ഈ പെരിയകുളം, ഉക്കടം, ഈ ഭാഗങ്ങളിലൊക്കെ. ഒരു കാര്യം ഇതെന്താ വെച്ചാൽ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഈ ഫിഷ് മാർക്കറ്റും കൂടി ഇതായി കാണുന്നത് ഫിഷ് മാർക്കറ്റാണ്. ഇവിടുത്തെ ഉക്കടത്തെ ഫിഷ് മാർക്കറ്റാണ്. അതുകൂടി ഒന്ന് മാറ്റുകയാണെങ്കിൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പോകുമായിരുന്നു. എന്തായാലും അടിപൊളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ പെരുകുളത്തെ ഈ പാർക്ക് ഒരുപാട് ഈ മറ്റേ ഈ നഗരത്തിലെ ഈ സിറ്റിയിലെ തിരക്ക്
ജോലികൾക്കിടയിൽ ആൾക്കാർക്ക് വൈകുന്നേരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാറ്റ് കൊള്ളാനും ഇന്ന് പ്രത്യേകിച്ച് അടിപൊളി നല്ല തണുപ്പാണ്. ഒരു മഴയൊക്കെ പെയ്തതിന് ശേഷം നല്ല തണുപ്പായിരുന്നു. അതുപോലെ തന്നെ ഈ കുളമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൽ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ എന്താ പറയുക, ആ ബോട്ട് സർവീസും കാര്യങ്ങളും എന്തൊരു സീ വേൾഡ് ആ പേര് പറഞ്ഞല്ലോ, അതിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ എമൗണ്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു സംഭവമാണ്. ഇത്രയും ഗംഭീരമാക്കി ചെയ്തിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി വരുന്ന വർഷങ്ങളിൽ വരുന്ന കാലങ്ങളിൽ നമുക്ക് കോയമ്പത്തൂർ സിറ്റി ഒരു അടിപൊളിയായിരിക്കും. മെട്രോ കൂടി വന്നു കഴിഞ്ഞാൽ ഒന്ന് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈ ഓവറുകളൊക്കെ തലങ്ങും വിലങ്ങും വരുന്നുണ്ട്. പറയാം, ആത്തുപാലത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഫ്ലൈ ഓവർ ഏകദേശം ഇതൊരു ഉക്കടം ബസ് സ്റ്റാൻഡ് വരെ ആയിക്കഴിഞ്ഞു. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൻ്റെ എന്താ പറയുക, മുഖച്ഛായ മാറും. അടിപൊളിയായി ഒരു മെട്രോ സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മെട്രോയും കൂടി വന്നു കഴിഞ്ഞാൽ മെട്രോ സിറ്റിയായി. അപ്പോൾ ഇതൊക്കെയാണ് കോയമ്പത്തൂരിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ് കോയമ്പത്തൂർ. ഐ ലവ് മൈ കോവൈ. കോയമ്പത്തൂർ സീരീസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണിലുള്ള ഓൾ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് സീരീസ് കോയമ്പത്തൂർ വീഡിയോയിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇഷ യോഗ സെൻറ്റർ കോവൈ കുട്രാലമാണ്. അപ്പോൾ അത് എല്ലാം കൂടി ഒന്നിച്ച് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് ലോങ്ങായി മാറും. അത് കാരണം നമ്മൾ ഫസ്റ്റിലത്തെ പാർട്ടിൽ ഇഷ യോഗ സെൻറ്ററും അതുപോലെ തന്നെ കോവൈ കുട്രാലമാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒപ്പനക്കാര സ്ട്രീറ്റ് വന്നു. ഒപ്പനക്കാര സ്ട്രീറ്റ് വരുമ്പോഴേക്കും മഴ തുടങ്ങി. മഴയും ജാറിലും ഒക്കെ കൂടി വന്നു. കോയമ്പത്തൂർ അറിയാലോ, നമ്മൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു സിറ്റിയല്ലേ, നമ്മൾ തമിഴ്നാട്ടിലെ സെക്കൻഡ് ലാർജ് സിറ്റിയാണ്. ചെന്നൈ കഴിഞ്ഞാൽ അടുത്ത സിറ്റി കോയമ്പത്തൂരാണ്. അപ്പോൾ ഈ സിറ്റിയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒപ്പനക്കാര സ്ട്രീറ്റ് അങ്ങനെ കുറച്ച് കൂടുതലായിട്ട് വിശദമായി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെരിയകുളത്തുള്ള ഈ പാർക്ക്, ഇതൊരു നല്ല വൈബ് തന്നെയാണ് കേട്ടോ. ഇന്ന് മഴയും കൂടി പെയ്തിട്ടുള്ള പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അടിപൊളി സംഭവം തന്നെയാണ്. കോയമ്പത്തൂർ വന്നാൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവങ്ങളാണ്. നമ്മളിപ്പോൾ ഒന്ന് കോയമ്പത്തൂർ ടൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് പോയിന്റുകളാണ് നമ്മൾ ഈ രണ്ട് വീഡിയോയിലും കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.